ചില ദിവസങ്ങളിൽ അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ അടവും അവൻ പയറ്റി നോക്കും. പക്ഷേ നമ്മളുടെ അടുത്ത് ഒന്നും ഏൽക്കില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ലാസ്റ്റ് ഇതേപോലെ ഇളിച്ചുകൊണ്ട് ഇങ്ങനെ വരും കേട്ടോ. ഈ ഇളിക്കണതിന് മുമ്പ് തന്നെ അവൻ നല്ല കരച്ചിലായിരുന്നു. പോവില്ല, സ്കൂളിൽ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അവൻ നോക്കി, പക്ഷേ ഏറ്റില്ല. ലാസ്റ്റ് ഞങ്ങളുടെ കൂടെയൊക്കെ പോകുന്നു കേട്ടോ. ചേട്ടനെ കൊണ്ടാക്കാൻ എല്ലാ ദിവസവും ഡോണും വരും. കൂട്ടത്തിൽ ആ കുഞ്ഞി ബാഗ് ഇട്ടിട്ടായിരിക്കും വരിക കേട്ടോ. ഇപ്പം എൻ്റെ കൈയൊക്കെ പിടിച്ച് വരുന്നുണ്ടെങ്കിലും താഴെ എത്തുമ്പോഴത്തേക്കും അവൻ എൻ്റെ ഒക്കത്ത് കയറിയിട്ടുണ്ടാവും. ഡോണുവിന് എൻ്റെ കൂടെ വീട്, ഞാൻ ഡോണുവിനെ നോക്കിക്കോളാം. അതായത് ഒരു ദിവസം ഇല്ലാത്ത സ്നേഹമായിരിക്കും ഏതപ്പൻ സ്കൂളിൽ പോണ ടൈമിൽ. ഡോണുവിനെയും കൂടെ കൂട്ടണം എന്നാണ് അവൻ എപ്പോഴും പറയുക. ഓക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കും, ഞാനും അങ്ങനെ തന്നെ പറയും. പക്ഷെ അവിടെ എത്തിക്കഴിയുമ്പോൾ ഞാൻ പ്ലേറ്റ് മാറ്റാം. അയ്യോ ഡോണു അപ്പിയിട്ടു, ഡോണുവിൻ്റെ പാമ്പർ മാറ്റിയിട്ട് മോടി വരാട്ടോ എന്നും പറഞ്ഞിട്ട് ഞാൻ അവനെയും അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും കേട്ടോ. അങ്ങനെ പിന്നെ റൂമിൽ വന്നതിന് ശേഷം ഡോണിനുള്ള കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ രാത്രി കൊച്ച് കരയുമ്പോൾ എന്താണ് ഫുഡ് കൊടുത്തതെന്നുള്ളതാണ്. ദൈവം സഹായിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ആകെ ഒരു തവണയേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാനൊരു ഇച്ചിരി സെർലാക്ക് കൊടുത്തു. അതോടുകൂടി അവനത് ഫുള്ള് കഴിക്കുകയും പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഉറക്കപ്പിച്ചിൽ എണീറ്റിരുന്ന് കരയുമ്പോൾ മിക്കതും ഫുഡ് കഴിക്കാൻ തോന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അങ്ങനെയായിരുന്നു. ഡോണുവിന് അങ്ങനെ വലിയൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ ആ ഒരു മൂന്ന് ദിവസമായിരുന്നു കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നത്. അത് പക്ഷേ വിശന്നിട്ടുള്ള കരച്ചിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡിന്നർ നന്നായിട്ട് അവന് വയറ് നിറയ്ക്കുന്ന രീതിയിൽ കൊടുത്തതിന് ശേഷമാണ് ഉറക്കമുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രി അങ്ങനെ വലിയ കരച്ചിലുണ്ടായില്ല. ആ പാലുകൂടി നിർത്തിയതിൻ്റെ ആ ഒരു കരച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. അതൊരു ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു 3 ദിവസത്തിനുള്ളിൽ അവൻ ഓക്കെ. ഇപ്പം അങ്ങനെ രാത്രി എണീറ്റ് കരയിലൊന്നുമില്ല. വല്ല സ്വപ്നം കണ്ട് എണീറ്റാൽ കരഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവന് ഇടയ്ക്ക് കൊടുക്കുന്നത് ഈ അവക്കാഡോ ആണ് മിക്കതും ഡെയിലി കൊടുക്കാറുള്ളത് ഒരു നേരം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ ജ്യൂസാണ്. പക്ഷെ അത് കുടിച്ചില്ല, വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഏതപ്പം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോണ് പൊതുവെ സൈലൻ്റ് ആയിരിക്കും. കാരണം ചൊറിയാനും മാന്താനും അടിക്കാനും തൊഴിക്കാനും ഒന്നും ചേട്ടനില്ലല്ലോ. അത് കാരണം ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അവൻ അവൻ്റെ കാര്യം നോക്കി ഏതെങ്കിലും ഒരു സൈഡിലിരിപ്പുണ്ടാവും. ചേട്ടനെ പോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ഒളിച്ച് നിന്നിട്ട് ചേട്ടനെ അങ്ങ് സർപ്രൈസ് കൊടുത്ത് അങ്ങോട്ട് ഹഗ് ചെയ്യാൻ വരുമ്പോൾ തിരിച്ചൊരു ഓട്ടമാണ്. ചേട്ടനാണെങ്കിൽ കുരിശ് വെച്ച പോലെ ഇങ്ങനെ അങ്ങോട്ട് പിന്നാലെ പോകും, ഹഗ് ചെയ്യടാന്ന് പറഞ്ഞിട്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഓടുകയും ചെയ്യും. അങ്ങനെ ഏതപ്പം വന്നു. ആ വന്ന ടൈമിൽ എന്തായാലും ചാച്ചൻ വീട്ടിലുണ്ടാവും. അപ്പോൾ നേരെ ഓടിയിട്ട് പപ്പേ ഞാൻ വന്നു എന്നും പറഞ്ഞിട്ട് നേരെ ബാഗ് കൊണ്ട് വെക്കുള്ളൂ കേട്ടോ. ഓൾറെഡി ലഞ്ചൊക്കെ കഴിച്ചിട്ട് വന്ന കാരണം ഞാൻ പിന്നെ ഒരു ജ്യൂസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വാട്ടർമെലൺ ജ്യൂസാണ് വന്നപ്പോൾ കൊടുത്തത്. അല്ലെങ്കിൽ ഞാൻ മിക്കതും അവക്കാഡോണ് കൊടുക്കാറുള്ളത്. എന്താണോ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് കൊടുക്കാനായിട്ട് കൂടുതലും ട്രൈ ചെയ്യാറുള്ളത് കേട്ടോ. ഈ പച്ചക്കപ്പലണ്ടി വാങ്ങിയിട്ട് വറക്കുക എന്നുള്ളത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ അതും വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.